SIR-നെ കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്നതിന് അമിത്ഷാ കോൺഗ്രസിനെ കീറിമുറിച്ച് ലോക്സഭയിൽ നിലത്തിട്ടു. ചെറിയ വാഗൊണ്ട് വലിയ വർത്തമാനങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയെ കടിച്ചുകുടഞ്ഞ് കീറി നിലത്തിട്ടു. വോട്ട് ചോരിയിൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി എന്നിവരെ തുറന്നുകാട്ടിയ അമിത്ഷാ SIR-നെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് നൽകിയത് ഉരുളയ്ക്ക് ഉപ്പേരി പോലത്തെ കനത്ത തിരിച്ചടി. विपक्ष के नेता महोदय कहते हैं कि पहले मेरी बात का आप जवाब दीजिए, मैं सुनना चाहता हूं। आपकी मुंसफी से संसद नहीं चलेगी। मेरे आप बोलने का क्रम मैं तय करूंगा। इस तरह से नहीं चलेगी संसद। मान्यवर उनको धैर्य रखना चाहिए, उनको धैर्य रखना चाहिए मेरा जवाब सुनने का। इनकी एक एक बात का जवाब मैं दूंगा, मगर मेरे भाषण का क्रम वो तय नहीं कर सकते, मैं करूंगा क्योंकि मैं बोल रहा हूं। एक मिनट गृह मंत्री जी, एक मिनट गृह मंत्री, क्या गलत बोला उन्होंने? उन्होंने यही बोला, आपने जो बात उठाई है मुझे कब बोलना है मैं तय करूंगा, यही बोला ना। उसमें क्यों तेजी तो रहे हो आप? हाँ, आपके 2-2 मिनट में खड़े होने से थोड़ी जवाब देते रहेंगे। नो, माननीय गृह मंत्री नहीं होगा। मैं आपको फिर मौका दूंगा, आपको मौका दूंगा आपको। हाँ बोलिए, हाँ बोलिए सर। ये बोलिए, आपने अगर अमित शाह जी का रिस्पांस देखा तो ये कंप्लीटली डिफेंसिव रिस्पांस है, ये घबराया हुआ रिस्पांस है, ये डरा हुआ रिस्पांस है। अब सुनिए पूरी बात, प्लीज मानिए। नो, अच्छा रिस्पांस नहीं है। माननीय गृह मंत्री जी, आपके चेहरे पर बैठो मान्यवर, आपके चेहरे पर चिंता की लकीरें मैं देख रहा हूं कि मैं क्या बोलूंगा। मैं उनके उकसावे में नहीं आऊंगा, मैं मेरे विषय पर बोलूंगा। मान्यवर, मैंने इतना ही कहा कि मैं मेरे भाषण का क्रम मैं तय करूंगा। मेरे भाषण का पहले क्या बोलना, बाद में क्या बोलना, मैं तय करूंगा। और मैं मानता हूं कि हर एक वक्ता का ये अधिकार है, उनका भी है, मेरा भी है। कल वो बोल रहे तो हम ऐसा थोड़ी ना बोले आप झूठ क्यों बोल रहे हो, हम नहीं बोल सकते साहब। वो माननीय विपक्ष के नेता है, वो बोल सकते अपना भाषण। ഇനി അമിത്ഷാജി ലോക്സഭയിൽ പറഞ്ഞതിന്റെ പരിഭാഷ അതേപോലെ ഇവിടെ വെളിപ്പെടുത്താം. ലോക്സഭയിൽ ആളാകാൻ വേണ്ടി നോക്കിയ രാഹുൽ ഗാന്ധി നിർത്തിക്കൊണ്ട് തന്നെ അമിത്ഷാ തന്റെ നയം വ്യക്തമാക്കി. മോദി സർക്കാർ നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടവകാശം നേടാൻ അനുവദിക്കില്ല എന്ന്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധികാരാരോഹണം മുതൽ 75-ലെ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയതും പൗരത്വം നേടുന്നതിന് മുമ്പ് തന്നെ സോണിയാഗാന്ധി ഇന്ത്യയിലെ വോട്ടർമായി മാറിയെന്ന് ആരോപിക്കപ്പെടുന്നതും വരെയുള്ള ചരിത്ര സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എടുത്ത് പുറത്തിട്ടു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ യഥാർത്ഥ വോട്ട് ചോരിക്ക് അന്ന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് തന്നെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് അമിത്ഷാ അഴിച്ചുവിട്ടത്. SIR-നെ കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നും അദ്ദേഹം ആരോപിച്ചു. ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകവേ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി അമിത്ഷാ തിരിച്ചടിച്ചു. വോട്ട് മോഷണത്തിന് 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമതായി അസാധുവായ വോട്ടർ ഉണ്ടാകുമ്പോൾ, രണ്ടാമത്തേത് തെറ്റായ നടപടികളിലൂടെ നിങ്ങളൊരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ, മൂന്നാമത്തേത് നിങ്ങൾ ജനവിധിയെ ധിക്കരിക്കുമ്പോൾ. അങ്ങനെ വോട്ടർ ചോരിയുടെ 3 സംഭവങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതായി വന്നു. സർദാർ വല്ലഭായ് പട്ടേലിന് 28 വോട്ടുകൾ ലഭിച്ചു. ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ചത് 2 വോട്ടുകൾ മാത്രം. എന്നാൽ ജവഹർലാൽ നെഹ്റു ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. ഇന്ദിരാഗാന്ധി റായ്ബറയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ തിരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് അനുസൃതമായി നടന്നില്ല എന്ന് രാജ് നരേൻ ആരോപിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ ഉചിതമായി വിജയിച്ചില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും അത് അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതും വോട്ട് മോഷണമാണ്.
ഭാരതത്തിൻ്റെ രൂപീകരണ വേളയിൽ ആദ്യമായി വോട്ട് മോഷണം നടത്തിയത് അപ്പോൾ ഇന്ദിരാഗാന്ധിയും അതിനു മുമ്പ് അച്ഛൻ ജവഹർലാൽ നെഹ്റുവും തന്നെയാണ്. പ്രധാനമന്ത്രിക്കെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ബിൽ അങ്ങനെ ഇന്ദിരാഗാന്ധി പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ജയിച്ചു. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടേത് അടുത്തത്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാകുന്നതിന് മുമ്പ് തന്നെ വോട്ടറായി എന്ന് ഡൽഹി കോടതിയിൽ ഒരു കേസുണ്ട്. വോട്ടർ പട്ടികയിലെ മാറ്റം കൊണ്ടല്ല കോൺഗ്രസിൻ്റെ പരാജയമെന്ന് അമിത്ഷാ പറഞ്ഞു. നിയമാനുസൃതമായി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് അല്ലെങ്കിൽ SIR എന്ന പേരിൽ പ്രതിപക്ഷം ഒരു ചർച്ച ആഗ്രഹിക്കുന്നു. എന്നാൽ അത്തരമൊരു ചർച്ച സഭയിൽ നടക്കില്ലെന്ന് അമിത്ഷാ കട്ടായം പറഞ്ഞു. കാരണം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, കേന്ദ്ര സർക്കാരിനല്ല. കമ്മീഷൻ സർക്കാരിൻ്റെ കീഴിലല്ല പ്രവർത്തിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 വോട്ടറാകുന്നതിനുള്ള യോഗ്യത, വ്യവസ്ഥകൾ എന്നിവ ഭരണഘടന വ്യക്തമായി നിർവചിക്കുന്നുണ്ട്. വോട്ടർ വിദേശിയാകാൻ പാടില്ല, ഇന്ത്യൻ പൗരനായിരിക്കണമെന്നതാണ് ആദ്യത്തെ വ്യവസ്ഥയെന്ന് അമിത്ഷാ എടുത്തു പറഞ്ഞു. 3 യോഗ്യതകളെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ ഇന്ത്യൻ വോട്ടറാകാനുള്ള യോഗ്യത തീരുമാനിക്കപ്പെടുന്നുവെന്നും 3 വശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നുമാണ് നടപടിക്രമം. വോട്ടർ പട്ടിക, അതിർത്തി നിർണയം, തിരഞ്ഞെടുപ്പ് നടത്തൽ, മറ്റ് അനുബന്ധ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശുപാർശ ചെയ്യാൻ ആർട്ടിക്കിൾ 327 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധികാരപ്പെടുത്തുന്നുണ്ട്. ഈ വ്യാഖ്യാനത്തിനനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആർട്ടിക്കിൾ 327 പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്നു. 2010 കോൺഗ്രസ് സർക്കാർ ഒരു വ്യക്തിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിക്കളയാൻ പാടില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. എന്തിനാണെന്ന് അമിത്ഷാ ചോദിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ ആരായിരിക്കണമെന്ന് നുഴഞ്ഞുകയറ്റക്കാർ തീരുമാനിച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യം സുരക്ഷിതമായി നിലനിൽക്കുമോ എന്നും അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ തന്നെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അമിത്ഷാ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു.